ഹലോ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക വിചാരിക്കുന്നു. നമുക്കേ ഇന്നൊരു കാർഡ്ബോർഡ് വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ചെയ്യാം. കാർഡ്ബോർഡ് വെച്ചിട്ടെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു കാർഡ്ബോർഡിൻ്റെ ബോക്സും വേണം, പിന്നെ ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡിൻ്റെ ഷീറ്റും വേണം. ഈ ഷീറ്റ് എനിക്ക് ഇങ്ങനെ തന്നെ കിട്ടിയതാണ്. നിങ്ങൾക്ക് എന്താക്കുക, ഇങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ സാധാ ഒരു കാർഡ്ബോർഡ് പീസ് ഉണ്ടാവില്ലേ, അതിൻ്റെ മുകളിലൊരു പോർഷൻ പറിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കാർഡ്ബോർഡ് പീസ് എന്തായാലും നിങ്ങൾക്ക് കിട്ടാണ്ടിരിക്കില്ലല്ലോ. കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ആ ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോട്ടിലൊക്കെ കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പം ഞാനിവിടെ ഗ്രീൻ കളറാണ് യൂസ് ചെയ്യുന്നത്. അല്ല, കളറൊക്കെ പറഞ്ഞ് എന്താ സാധനം എന്ന് പറയണ്ടേ. നമ്മളൊരു ഫ്ലവർ വൈസാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു വൈറ്റ് ആൻഡ് ഗോൾഡൻ തീമിലായിരുന്നു കേട്ടോ ചെയ്തെടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കളർ ചെയ്യാൻ നേരത്തെ ഞാൻ നോക്കിയപ്പം വൈറ്റിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവാണ്. എന്തായാലും ഈ ബോക്സ് ഫുള്ളായിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്നും അല്ലാണ്ടാക്കുന്നതിൽ നല്ലത് കളറും ചേഞ്ച് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഈ കളർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ട് എടുത്തൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് എടുത്തതാണ് കേട്ടോ. എടുത്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഗോൾഡനും മാറ്റി അതൊരു കോപ്പർ ഷെയ്ഡിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കോപ്പർ കളർ നമ്മൾ ഒരുപാടൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാൻ മാത്രമേ കേട്ടോ ചെയ്യുന്നുള്ളൂ. ഫൈനൽ ലുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഗ്രീനും കോപ്പർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയാട്ടോ. പക്ഷെ എനിക്കൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഭംഗി എനിക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റുന്നില്ല എന്നുള്ളതാട്ടോ. കാരണം ഇവിടെ ഫുള്ള് മഴയാണ്, അതിനെക്കൊണ്ട് ഒരു വെളിച്ചവും ഇല്ല. മാക്സിമം എനിക്ക് പറ്റുന്ന പോലെ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ നോക്കിയിട്ടുണ്ട്. എന്നാലും ഇത് നേരിട്ട് കാണാൻ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാർഡ്ബോർഡ് പീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ, എന്നാലും അതിൻ്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പം നമ്മളെ വേസ് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള മറക്കാതെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഗിവ് അവേയുടെ ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട, October 31.